കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു വികസനവും മലപ്പുറത്തിനില്ല. ഞാനൊരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. അപ്പോൾ നമുക്ക് ഒരു വികസനം വേണം. അതുമായി ബന്ധപ്പെട്ട് ആർക്ക് വോട്ട് ചെയ്താലും വികസനം വേണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പുതിയ തലമുറയ്ക്ക് പഠിക്കാനാണെങ്കിൽ ഗവൺമെൻറ് ലെവലിലാണെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 അഡ്മിഷൻ കിട്ടാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊക്കെ ക്ലിയർ ആക്കണം. കാരണം വരും തലമുറയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. നമ്മളെ മോദി സർക്കാർ വന്നിട്ട് ഒരുപാട് പദ്ധതികൾ, ഒരു 300ഓളം പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം ഇവിടെ എത്തുമ്പോൾ അത് അട്ടിമറിക്കപ്പെടുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരവരുടേതായ പദ്ധതികളായി മാറ്റിമറിക്കുകയാണ്. ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ്. ഈ മലപ്പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികളും അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. ഇവിടെ ചെറുപ്പക്കാരായ കുട്ടികൾ പഠിച്ച് പുറത്തു പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മുടെ ഇവിടെ മലപ്പുറത്ത്, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള മുഴുവൻ പേരും പുറത്ത് പോയി പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെ ജോലി ചെയ്യാൻ അവർക്ക് വേറെ മേഖലകളുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള വ്യവസായങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കാരണം ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ്. മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു വികസനവും ഇവിടെ നടക്കുന്നില്ല. ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ കേന്ദ്ര ഗവൺമെൻറ് നിരവധി ഫണ്ടുകൾ മലപ്പുറം ജില്ലയ്ക്കും അതുമാതിരി മലപ്പുറം നഗരസഭയ്ക്കും കൊടുത്തിട്ട് ഇതൊന്നും ചെലവഴിക്കാതെ കണ്ട് ലാബ്സാക്കാനുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ വലിയ തോടിന് 60.5 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അത് ഇന്നും ഒരു സർവേ പോലും തുടങ്ങാതെ ആ ഫണ്ട് ലാബ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വ്യവസായ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി 12 കോടി രൂപ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അത് ഇന്നും എവിടെയും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോട്ടപ്പടി ഹോസ്പിറ്റലിന് 10.5 കോടി രൂപ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. 9.5 കോടി അത് ഇതുവരെ ഒന്നും ചെലവഴിച്ചില്ല. അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന് 7 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നും ആ സ്ഥലം തെരഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ നിരവധി ഫണ്ടുകൾ കേന്ദ്രം കൊടുത്തിട്ടും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പോലും ഇവിടെ ഭരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് എനിക്ക് പറയുവാനുള്ളത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.